സിനിമാ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളൊരു നടിയാണ് ജയാകുറുപ്പ്. ഇന്ന് സിനിമാ തട്ടകത്തിൽ നമ്മുടെ അതിഥിയായും ജയാകുറുപ്പ് എത്തിയിട്ടുണ്ട്. സർവമായ എന്ന സിനിമയാണിപ്പോൾ ഏറ്റവും അടുത്തായി റിലീസ് ചെയ്തപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. വലിയൊരു വിജയം തന്നെ ഈ സിനിമ നേടി മുന്നേറുമ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങൾ കൂടെ പങ്കുവയ്ക്കാനാണ് ജയാകുറുപ്പ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ സർവമായ നമ്മളിപ്പോൾ കണ്ടു, ഈ തിയേറ്റർ വിജയം വലിയ വിജയമായിരുന്നു DSC എന്ന ചിത്രം. അതിന് തൊട്ട് പിന്നാലെ എത്തിയ സർവമായ, അതും വലിയ രീതിയിൽ വിജയം നേടി. ഈ സർവമായ എന്ന ചിത്രത്തിലേക്ക് എത്തിപ്പെടുന്നതും അതുപോലെ തന്നെ ആ സിനിമ സമ്മാനിച്ചൊരു അനുഭവം ഒക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സർവമായ എന്ന ചിത്രം. സർവമായ ഞാൻ സത്യൻ സാറിൻ്റെ മോൻ്റെ പടമാണല്ലോ. ആദ്യം ഞാൻ സത്യൻ സാറിൻ്റെ പടമാണ് ചെയ്തത്, ഹൃദയപൂർവ്വം. അപ്പോൾ അത് ചെയ്തത് കൊണ്ടാണ് അഖിലിൻ്റെ പടത്തിലേക്ക് എനിക്കൊരു എൻട്രി കിട്ടിയത്. അപ്പോൾ അഖിൽ പറഞ്ഞു, എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിരുന്നു, ചേച്ചി നല്ലൊരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ ധൈര്യമായിട്ട് വിളിച്ചോ എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് അഖിൽ എന്നെ വിളിക്കുന്നത്. ഈ നിവിൻ പോളി അടുത്ത കാലത്തൊക്കെ അഭിനയിച്ച ഈ പ്രണവ് മോഹൻലാൽ ആയിക്കോട്ടെ, നിവിൻ പോളി ആയിക്കോട്ടെ, അതിനു മുൻപാണെങ്കിലും ഈ ബേസിൽ ജോസഫ്, അങ്ങനെ നിരവധിയായിട്ട് പുതുമുഖ നടന്മാരോടൊക്കെ അഭിനയിക്കാൻ പറ്റി. അവരുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കെമിസ്ട്രി അതെങ്ങനെ വർക്കൗട്ടായി? ബേസിൽ നല്ല നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മോനാണ് അവൻ. ചേച്ചി ഇത്ര നാൾ എവിടെയായിരുന്നു എന്നാണ് പാൽത്തു ജാനൂർ ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ആ ടൈം ഉണ്ടല്ലോ, ആ ടൈമിലല്ലേ നമുക്ക് വരാൻ, ആ സമയത്തല്ലേ നമ്മൾ എത്തിപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ നിവിനായിട്ട് നമുക്ക് അങ്ങനെ ചെറിയ സീനുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി കണക്റ്റ് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല, പരിചയപ്പെട്ടു, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ DSC എന്ന സിനിമയിൽ ലഭിച്ചിട്ടുള്ളൊരു റോൾ തുടക്കത്തിൽ കുറച്ച് സീനാണെങ്കിൽ പോലും ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ചാണ് വന്നത് അവിടെ. ഈ DSC എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? DSCൻ്റെ ചീഫാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഒരു മീറ്റിംഗ് ഉണ്ട് ചേച്ചി, ഭ്രമികത്തിൻ്റെ ടീമാണ് എന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഏതൊക്കെയാലും ഭ്രമികത്തിൻ്റെ ടീമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആകുമല്ലോ. അപ്പോൾ ചെന്നു. അപ്പം സ്റ്റോറി പറഞ്ഞപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് അതിനകത്ത്, അത് ചെയ്ത ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ചേച്ചി അതിന് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്. ഉള്ളൊഴുക്ക് കണ്ടിട്ടാണ്, അതുപോലെ കൊണ്ടലിൻ്റെ മേക്കപ്പ് ഭയങ്കര ഡൾ മേക്കപ്പ് ആയിരുന്നു. ഇത് രണ്ടും കണ്ടിട്ടാണ് രാഹുലിന് ആ ക്യാരക്ടർ നമ്മൾ ഓക്കെ ആണെന്നുള്ളത് ആൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഫൈറ്റിന് ചേച്ചി റെഡി ആണെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്, ഈ ക്യാരക്ടറിന് ഞങ്ങൾ മനസ്സിൽ വേറെ ആളെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഫൈറ്റിന് നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ ചെറിയ രീതിയിലുള്ള തല്ലൊക്കെ കൊടുക്കാനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് ആ ടൈമിലാണ് ഷൂട്ട്, ആ ടൈമിലാണ് നമ്മൾ ഇത്രയും ഒരു വലിയ, അതിന് മുൻപ് അറിയില്ലായിരുന്നു, ഇല്ലില്ല ഇത്രയും വലിയൊരു ഫൈറ്റാണെന്ന്, അങ്ങനെ ചെയ്യാൻ അത്രയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഫൈറ്റ് മാസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ഡ്യൂപ്പുണ്ട്. അപ്പം ഞാൻ സേഫാണെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഫസ്റ്റിലെ കുഴി കുത്തുന്ന സീൻ കണ്ട് കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു, ചേച്ചി ചെയ്താൽ മതി ഫുള്ള്. അല്ല, എന്തായാലും റിയാക്ഷനൊക്കെ നമ്മൾ തന്നെ ഇടണമല്ലോ. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയി. അതിനകത്തേക്ക് ഇന്നാവും പറ്റി പെട്ടെന്ന് തന്നെ. ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമല്ലായിരുന്നോ ഈ DSC എന്ന് പറയുന്ന ചിത്രത്തിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ? അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഒരു ഭയം തോന്നിയിട്ടുണ്ടോ? തൻ്റെ കയ്യിൽ അത് നിൽക്കുമോ എന്നുള്ളൊരു ഭയം തോന്നിയിട്ടുണ്ടോ? ഭയം തോന്നിയിട്ടില്ല. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിനെ ആ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. രാഹുൽ പറഞ്ഞപ്പോൾ എന്നിലത് ആ ക്യാരക്ടർ എന്നിൽ ഓക്കെ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിട്ടാണല്ലോ നമ്മളെ വിളിക്കുക. തീർച്ചയായും. അപ്പം ഞാൻ അതിന് എന്തായാലും ഓക്കെ ആയിരുന്നു. ഈ ഒരു അത്രയും നാളിൽ നിന്നൊരു അമ്മ കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ മാറി ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് എത്തുമ്പോൾ വന്നിട്ടുള്ള ഒരു എന്താണ് അതിലൊരു അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത്? എന്തൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് എന്താ സ്വാഭാവികമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറണമെന്ന് തോന്നി ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, കാരണം വിട്ടുകൊടുക്കാൻ പറ്റാത്തതാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഏതൊരു ക്യാരക്ടർ നമുക്ക് കിട്ടില്ല, അവർക്ക് അതിൻ്റേതായ ന്യായങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏത് ക്യാരക്ടർ ഇട്ട് ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അപ്പം ഇതിനു വേണ്ടി അങ്ങനെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാഹുൽ പറഞ്ഞ ആ ക്യാരക്ടറിനെ നമ്മൾ ആ രീതിക്ക് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് പിന്നെ പുള്ളി പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ചേച്ചി എനിക്കിന്നത് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഡയലോഗ് തന്നെ പറഞ്ഞപ്പോൾ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, അത് 3 ആംഗിളിൽ നിന്ന് 3 ടേക്ക് പോകണമെന്നാണ് പറഞ്ഞിരുന്നത്, 3 മോഡുലേഷനിൽ വേണമെന്ന്. പക്ഷേ ഇത് ഫസ്റ്റ് എടുത്ത ടേക്കാണ്, അത് ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആയി. പിന്നെ രണ്ടാമത് പിന്നീട് എടുക്കേണ്ട വന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന രീതിക്ക് തന്നെയാണ് നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിന് വേറൊരു ഒരു ബാക്കിലേക്ക് നമ്മൾ ചിന്തിച്ചിരുന്നു അതിനെപ്പറ്റി. അല്ലാതെ കൂടുതൽ അതിനുവേണ്ടി എഫേർട്ട് വേറൊരു പ്രിപ്പറേഷൻ അതിനുവേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ.
ഈ DSAയുടെ സെറ്റിലേക്ക് എത്തിയപ്പോൾ ഉണ്ടൊരു അഭിനയം അവരുടെ ഈ സെറ്റിലേക്ക് എത്തിയപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഹൊറർ മൂവിയാണ്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടോ? അതോ പിന്നെ അത് മാത്രമല്ല അവിടേക്ക് ഇങ്ങനെ പെട്ടെന്ന് ജെല്ലാവാൻ പറ്റുമോ ഈ രാഹുൽ സദാശിവൻ ആ ഒരു ടീമുമായിട്ടൊക്കെ പെട്ടെന്ന്? തീർച്ചയായിട്ടും രാഹുൽ ടീം ഫുൾ ഭയങ്കര എനർജറ്റിക് ആണ്. അവർ പിന്നെ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ അവരെല്ലാവരും നല്ല എന്താ പറയുക ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര എന്താ ഹാപ്പി ആയിട്ട് ടേക്ക് എടുക്കുന്നതിന് കുറച്ച് തൊട്ട് മുന്നെയാണ് അവർ ഇതിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ അവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഇരുന്നിരുന്നത്. ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു സിനിമയിലെ ക്യാരക്ടറിന് എത്രത്തോളം ഇഷ്ടമാണ്? കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ആ പാർവതിയുടെ അമ്മയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ പറ്റി ചോദിച്ചാൽ എന്താ പറയുക? ആ ക്യാരക്ടർ ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു സാധനമാണ്. കാരണം വെച്ചാൽ 2 ഷെയ്ഡിൽ വരുന്ന ഒരു അമ്മയാണല്ലോ. ശരിക്കും അവരെ ശരിക്കും ഒരു സൈഡിൽ നോക്കിയാൽ അവർ ഭയങ്കര ഭാവിക്ക് വേണ്ടി ചെയ്ത വളരെ ജെന്യുവനായിട്ട് നിൽക്കുന്ന, അന്ന് ജെന്യുവിനിറ്റി ഉണ്ടോ ഇല്ല എന്നൊരു കേരളത്തിൽ കാണാൻ പറ്റുന്ന പല അമ്മമാരുടെ ഷെയ്ഡാണത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന എൻ്റെ മകൾക്ക് വന്നുകൂടാന്ന് ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഏതൊരു അമ്മ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർ ഒരു പൊട്ട സ്ത്രീയാണ് അവർ. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള അത്ര ഒരു കപ്പാസിറ്റി അവർക്കുള്ളൊരു പെട്ടിക്കടക്കാരൻ്റെ ഭാര്യ. അവർ ചിന്തിക്കുമ്പോൾ എന്താ ഒരു ട്യൂമർ വന്നാൽ അല്ലെങ്കിൽ തലയിലൊരു മുഴ ട്യൂമർ ആണെന്ന് പോലും അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായി കുറച്ച് ഭദ്രതയുള്ള ഒരു കുടുംബത്തിലേക്ക് മകളെ കല്യാണം കഴിച്ചയക്കുക. ഇത് രണ്ടാമത് ഈ അസുഖം വരും എന്നുള്ളതൊന്നും ചിന്തയൊന്നും അവർക്കില്ലല്ലോ. അപ്പോൾ അവരതിനെ ആ രീതിയിലാണ് അവരതിനെ കണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ക്രിസ്റ്റോ പറഞ്ഞ ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചിയുടെ മോൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് ചേച്ചി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ആ രീതിയിൽ പെർഫോം ചെയ്യാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. നമുക്കതിന് ഭയങ്കര ചിലപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാരണം നമുക്ക് കേരളത്തിൽ എനിക്ക് ഒന്ന് കാണാൻ പറ്റുന്ന ഒരു കറക്റ്റ് ഒരു അമ്മയുടെ ഒരു ഷെയ്ഡായിരുന്നു ആ സിനിമ. ഈ ഷൂട്ടിംഗ് സെറ്റുകളിലേക്കൊക്കെ ഈ നാടകത്തിൽ നിന്നും ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് മാറിയപ്പോൾ തോന്നിയിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളൊരു മാറ്റം? ശരിക്കും സിനിമയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. കാരണം നാടകത്തിൽ ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ എന്ന വ്യക്തി ഞാൻ വെളിയിൽ അധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. ഞാൻ അധികം സംസാരിക്കില്ലായിരുന്നു. എൻ്റെ ആവശ്യങ്ങൾ പോലും എൻ്റെ ഹസ്ബൻഡും ഡ്രാമ ആർട്ടിസ്റ്റാണ്. അപ്പം എൻ്റെ ആവശ്യങ്ങൾ പോലും ഞാൻ നേരെ പറയില്ല. ഇപ്പം നമുക്കൊരു സപ്പോർട്ടിന് കൂടെയുള്ള ഒരാളുള്ളപ്പോൾ എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് പറ്റില്ല അങ്ങനെയൊന്നും ഞാൻ പറയില്ലായിരുന്നു. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ശക്തി വരുമല്ലോ. അതാണ് നാടകത്തിൽ നിന്ന് സിനിമയിൽ വന്നിട്ടുള്ളൊരു മാറ്റം എനിക്ക് തോന്നിയത്. ഈ നാടകമാണോ സിനിമയാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നാടകം എനിക്ക് ഭയങ്കര ഇഷ്ടം. നാടകം ഇപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാനൊരു നാടകം ചെയ്യുന്നുണ്ട്, ഒരു തോറ്റവരുടെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് രാജുമാഷ് നരിപ്പറ്റ രാജുമാഷാണ് ഡയറക്ഷൻ ചെയ്യുന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇടുക്കിയുടെ ചരിത്രമാണ് EJ ജോസഫ് എന്ന് പറഞ്ഞ സാറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഡോക്യു ഫിക്ഷൻ ഡ്രാമ. അത് സാൻഡ്വിച്ച് ഓഡിയൻസ് ആ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസകരമാണത്. നാടകം ചെയ്യുന്നുണ്ട്. നാടകം ജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകമാണ്. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം ഈ നാടകത്തിലൊരു അഭിനയം വേറെ തന്നെ ഒരു പാറ്റേൺ ആണല്ലോ. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അത് എവിടെയെങ്കിലും വന്നിട്ടുണ്ട്? കാരണം ഞാൻ കണ്ടിട്ടുള്ളൊരു കഥാപാത്രത്തിലും ആ ഒരു നാടകത്തിൻ്റെ അഭിനയം ഞാൻ കണ്ടിട്ടില്ല. ഇല്ലയെന്നാണ് നമ്മുടെ ഡയറക്ടേഴ്സും ടീമുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അത് എനിക്ക് ഞാനങ്ങനെ ഇതുവരെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നാടകമാണെന്ന് സിനിമയാണെന്ന് മനസ്സിലാക്കി എടുത്താണ് എനിക്ക് ആ ഒരു അങ്ങനെ ചെയ്യാൻ നാടകം വരുന്നില്ല എന്ന് തോന്നണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നാടകത്തിൻ്റെ മീറ്റർ ഇന്നത് വേണം, ഇപ്പം സിനിമയിലേക്ക് വരുമ്പോൾ റിയലിസ്റ്റിക് ആവണം എന്ന് നമ്മുടെ ചിന്തകളിൽ അതുള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ അത് വരാത്തത്. ഇത്രയേറെ സിനിമകളിൽ ഇങ്ങനെ അഭിനയിച്ചു ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുള്ളൊരു സംവിധായകനുണ്ടോ? അതോ എല്ലാവരോടും ഒരുപോലെയാണോ തോന്നിയിട്ടുള്ളത്? എല്ലാവരും ഒരുപോലെയല്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ രാഹുൽ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര പറഞ്ഞിരുന്ന രീതിയിലും കാര്യങ്ങളിലും. അപ്പോൾ നമുക്കൊരു സ്പേസ് തരുന്നിടയുണ്ടല്ലോ. ഇപ്പോൾ ഏതൊരു ഡയറക്ടറാണെങ്കിലും ഏതൊരു മനുഷ്യരാണെങ്കിലും ഇപ്പോൾ ജീവിതത്തിലാണെങ്കിലും നമുക്ക് സ്പേസ് തരുന്ന ഒരാൾക്ക് നമുക്ക് കംഫർട്ടാണല്ലോ. അങ്ങനെ എനിക്കങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു ഡയറക്ടേഴ്സും ഇല്ല. ഇപ്പം സത്യൻ സാറിൻ്റെ കൂടെ ചെയ്തപ്പോഴാണെങ്കിൽ പോലും നമുക്ക് സ്വപ്നത്തിൽ കണ്ടിരുന്നൊരു വ്യക്തിപരമായ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ കണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പം അത് നമുക്ക് തരുന്ന ഇപ്പോൾ ഉള്ളൊഴുക്ക് കണ്ടിട്ടാണ് ജയയെ വിളിച്ചതെന്ന് ഡയറക്റ്റ്ലി പറയുമ്പം നമുക്കൊരു വാല്യൂ തന്നിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ആരും അങ്ങനെ ഇതായിട്ട് തോന്നിയിട്ടില്ല. എനിക്കെല്ലാവരും
ഈ നാടകത്തിൽ നിന്ന് ഈ സിനിമയിലേക്കുള്ളൊരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? വിചാരിച്ചിരുന്നോ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കും, നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്തെങ്കിലും സിനിമയിലേക്ക് താൻ എത്തിപ്പെടുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു? ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നാടകം എന്ന് പറയുന്നത് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സിങ്ങാണ്. അതായത് ഒരു വർഷത്തെ എഗ്രിമെൻ്റാണ് നാടകം എന്ന് പറയുന്നത്. അപ്പം ഒന്നാം സിനിമയിലേക്ക് നമുക്ക് ചിന്തിക്കാനുള്ള ടൈം പോലും അവിടെ ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നാടകം കഴിഞ്ഞാൽ വീട്, വീട് കഴിഞ്ഞാൽ നാടകം, അങ്ങനെ ഒരു പരിപാടിയാണ്. ഹസ്ബൻഡും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ പോയി വരുന്ന സമയങ്ങളിൽ വീടുമായിട്ടുള്ള ഭയങ്കര കണക്റ്റഡ് ആവും. പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ സിനിമ എന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്ന, ശരിക്കും നമ്മൾ തിയേറ്ററിൽ പോയി കാണാനുള്ള അവസ്ഥ പോലും ഞങ്ങളിങ്ങനെ ഇല്ലായിരുന്നു. പെട്ടെന്ന് തിരക്കുകൾക്കിടയിൽ അങ്ങനെ സിനിമ പോലും കാണാറില്ലായിരുന്നു. ടി വിയിലൊക്കെ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകളെ അറിയാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആരാണ് നമ്മളങ്ങനെ നോക്കിയിട്ട് പോലുമില്ല. പക്ഷേ ഒരു അവിചാരിതമായൊരു സമയത്ത് നമുക്കിത് വന്നു ചേർന്നു. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച് കിട്ടിയ ഒരു പ്രശസ്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമുണ്ടോ പങ്കുവയ്ക്കാൻ? ഇങ്ങനെ തന്നെ അറിഞ്ഞ് ആൾക്കാരെ മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, ആ ഒരു സന്തോഷമൊക്കെ? എല്ലാവരും ഇപ്പം ഈ ഇടയ്ക്കാണ് എന്നെ എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയത്. വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എന്നെ DSRയിലെ ചേച്ചിയല്ലേ, എനിക്ക് അതിനത് പൊന്മാൻ ചെയ്തതിന് ശേഷമാണ് ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. അതെ, പൊന്മാനിലെ അഭിനയവും, പൊന്മാൻ, പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക്, പിന്നെ എന്താ സൂക്ഷ്മദർശിനി. ശരിക്കും സൂക്ഷ്മദർശിനിയിൽ ആണ് ശരിക്കും നമ്മുടെ ഫേസ് ഇപ്പോൾ ഡള്ളടിക്കാണ്ടൊക്കെ മേക്കപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. സൂക്ഷ്മദർശിനിയൊക്കെ ഇറങ്ങിയ സമയത്ത് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അച്ചിയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എനിക്ക് മറക്കാനാവാത്തൊരു സംഭവം മലയും കുഞ്ഞ് തന്നെയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ഗറിൻ്റെ ഷൂട്ടിന് വന്ന സമയത്ത് ഒരു മോൻ, അപ്പം ഞാൻ റൂമിലേക്ക് ചെന്നപ്പോൾ ഓടി വന്നിട്ട് മലയും കുഞ്ഞിലെ ചേച്ചിയല്ലേ, ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് അമ്മയെ ഓർമ്മ വന്നു. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം എനിക്കത്. അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ അതെ അതെ അതെ, നമ്മൾ വേറൊരു തലത്തിലേക്ക് നമ്മളിപ്പോൾ, കാരണം നമ്മളെ കാണുമ്പോൾ ആ മോനെ അമ്മയെ ഓർമ്മ വരുന്നുണ്ടെന്ന് പറയുമ്പം എന്താ അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമല്ലേ. തീർച്ചയായിട്ടും. ഈ മലയും കുഞ്ഞ് എന്ന സിനിമയിലെ ഫഹദിനൊപ്പം ഉള്ള ഒരു അഭിനയം അതെങ്ങനെയുണ്ടായിരുന്നു? കാരണം ഫഹദ് എന്ന് പറയുമ്പോൾ ആ സിനിമയിലെ ഒരു പ്രത്യേക ക്യാരക്ടറുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഫഹദിനെ എൻ്റെ മോനെ പോലെ തന്നെ എനിക്കന്ന് തോന്നിയിട്ടുള്ളത്. കാരണം ഫഹദായിട്ടല്ല തോന്നിയത്. ഇപ്പം അനിക്കുട്ടൻ വന്ന് നമ്മൾക്ക് എൻ്റെ മോൻ വന്നിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മാതിരി തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അവനാണെങ്കിലും ഇവിടെ പുറകെ നടന്നിട്ട്, മക്കളങ്ങനെയാണല്ലോ, എനിക്ക് എന്നത് വേണം അമ്മേ, അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറകെ വരുമല്ലോ. അതുപോലെ എനിക്ക് അനിക്കുട്ടനെ തോന്നിയിരുന്നത്. അപ്പോൾ ഫഹദായിട്ട് കണ്ടിട്ടില്ല ഞാനങ്ങനെ. ആ ടൈമിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓൾറെഡി ഒരു അയ്യോ ഫഹദായിരുന്നല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന്. അതുകൊണ്ടായിരിക്കും എനിക്കതിന് അത്ര ഒരു കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് സിനിമയും കൂടിയാണല്ലോ. അതെ അതെ, മലയും കുഞ്ഞ്. ഈ ഏറ്റവും കൂടുതൽ പിന്നീടും ഈ അഭിനയം കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തിട്ടുള്ള നടന്മാർ അല്ലെങ്കിൽ നടിമാർ അങ്ങനെയുള്ളവരാരാണ്? നടിമാർ ഞാൻ ലിജോ മോളെ എനിക്ക് വിളിക്കുക, എപ്പോൾ വിളിച്ചാലും തിരിച്ചെടുക്കും. പിന്നെ അധികം പേരെ ഞാൻ, ഇപ്പം എല്ലാവരും തിരക്കുകളിലല്ലേ, നമ്മളതിനെ വിളിക്കുന്ന മോശമാണല്ലോ. പിന്നെ എന്താ നിഖിലയെ വിളിക്കും. നിഖില ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഇവർ രണ്ടുമായിട്ട് ഞാനങ്ങനെ കോണ്ടാക്റ്റ് ഉള്ളൂ. പിന്നെ വേറെ ആയിട്ട് അങ്ങനെ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. കാണുന്നു. തിരക്കുകളാണെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നത് ഇവർ ഒക്കെ തരും. വേറെ ആർക്കും നമ്മളങ്ങനെ വിളിക്കാറില്ല. ഈ ഒരു അഭിനയം എന്നുള്ളൊരു മോഹം അതെപ്പോഴാണ്? ഈ പഠിക്കുന്ന കാലത്ത് തന്നെ വന്നതാണ്? എപ്പോഴാണ് ഈ നാടകത്തിലേക്കൊക്കെ വരുന്നത്? നാടകം ഞാൻ ചെയ്യുന്നത് പ്രീ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്താണ്. കഴിഞ്ഞിട്ട് ഞാൻ ബാലയാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ എൻ്റെ ഒരു ചിറ്റയാണ്, അമ്മയുടെ ഒരു കസിനുണ്ട്, ഉമാദേവി എന്ന് പറഞ്ഞിട്ട്, മ്യൂസിക് ടീച്ചറാണ് പുള്ളിക്കാരത്തി. ചിറ്റ താമസിച്ചിരുന്നൊരു വീട്ടിൽ ആൻറ്റിക്ക് സമിതി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ സമിതിയിൽ എന്നെ ശ്രീകൃഷ്ണനായിട്ടും സൂര്യഭഗവാനായിട്ടും സരസ്വതിയായിട്ടൊക്കെ വേഷം കെട്ടാനായിട്ട് തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛന് വോളണ്ടറി എടുത്ത് VRS എടുത്ത് നാട്ടിലോട്ട് പോയ സമയത്താണ് ഞാൻ ചിറ്റയുടെ കൊടുത്ത് താമസിക്കാൻ തുടങ്ങിയത്. ഷിപ്പ്യാർഡിലായിരുന്നു അച്ഛന് ജോലി, എറണാകുളത്ത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇവരുമായിട്ട് ഇങ്ങനെ ചിറ്റയുടെ ഒപ്പം താമസിക്കുന്നതും ചിറ്റ ഇങ്ങനെ വേഷത്തിന് വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഒരു ആഗ്രഹം പിന്നെ അങ്ങനെയാണ് ശരിക്കും വരുന്നത്. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. എക്സാം ഫെയിലായി. തിരിച്ച് പിന്നെ എഴുതാൻ തോന്നിയില്ല.
പിന്നെ നമ്മൾ ഇതിനകത്ത് ഫുൾ ഇന്നാവുമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഈ പഠനത്തിൽ നിന്ന് മാറി നാടകത്തിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് അത് എത്രത്തോളം ഉണ്ടായിരുന്നു? അതൊന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും വലിയൊരു ഘടകം. അത് സ്വയം കാലിൽ നിൽക്കാൻ ഞാനിപ്പോൾ എൻ്റെ മക്കളുടെ അടുത്തും പറയുന്നതാണ്. എന്ത് നമുക്ക് വരും, പക്ഷേ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തിയാവും, അതിനുശേഷം ഇതെല്ലാം നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറ്റാണ്ട് പോയൊരു സാധനമാണല്ലോ അത്. പക്ഷേ എന്നാൽ പോലും ഉപേക്ഷിച്ച് വരുന്നില്ല. എനിക്കതിലൊരു സങ്കടമില്ല. കാരണം എന്താ, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയിലേക്ക് എത്തുക എന്നുള്ളൊരു വിദൂര സ്വപ്നം ഏതൊരു ആർട്ടിസ്റ്റിനും ഉണ്ടാവുമല്ലോ. പക്ഷെ നമുക്ക് ഇത് എത്തിപ്പെട്ടതൊരു വലിയ ജല്ലിക്കെട്ടിൽ തന്നെ നമുക്ക് പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം 2-3 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ മലയും കുഞ്ഞ് ചെയ്യുന്നത്. നമ്മുടെ കൊറോണ ടൈമിലൊക്കെയാണ് മലയും കുഞ്ഞ് ചെയ്യുന്നത്. ഈ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെയും ഹിറ്റ് തന്നെയാണ്. അങ്ങനെ കുറച്ച് ഡള്ളായി പോയ ചിത്രങ്ങളെന്ന് പറയാൻ പാകത്തിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊക്കെ കിട്ടിയിട്ടുള്ള ക്യാരക്ടറും അതുപോലെ തന്നെയാണ്, കുറച്ചധികം നല്ല ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷം, ഈ വന്നിട്ടുള്ള സിനിമകൾ, ഇനി വരാൻ പോകുന്ന സിനിമകൾ, ആ ഒരു സന്തോഷം ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ കിട്ടട്ടെ. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പിന്നെ ചെയ്ത സിനിമകളിലെല്ലാം തന്നെ എന്താ, എനിക്ക് മാറ്റി ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും ചെയ്ത പ്രൊഡക്ഷൻസ് എല്ലാം നല്ലതാണ്. നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിലാണ്. ബാക്കി മോശം ഡയറക്ടേഴ്സ് എന്നല്ല, എന്നൊക്കെ സെലക്ട് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും. ഈ സിനിമയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള, നമ്മൾ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തു, ഇനിയും ലഭിക്കണമെന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടോ? അല്ലെങ്കിൽ തനിക്ക് ഇനിയും ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ സിനിമാ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം? എനിക്ക് ശക്തമായ ക്യാരക്ടേഴ്സ്, ഇപ്പം പറഞ്ഞാൽ അത് നാടകത്തിലേക്കേ പറ്റുള്ളൂ. ഹീറോ ശർമ്മള പോലെയൊക്കെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിലെ ഡയലോഗൊക്കെ പറഞ്ഞ അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് സിനിമയിൽ നമുക്ക് പോസിബിൾ അല്ല, അത് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ അവസരങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ശക്തമായ ക്യാരക്ടേഴ്സ്. പിന്നെ എന്താ, കോമഡിയൊക്കെ എത്രമാത്രം എനിക്ക് ആവുമെന്ന് എനിക്കറിയില്ല. കോമഡിയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക്. ഇത്രയും നാൾ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഏതാണ്? എനിക്ക് പേരിലൂർ പ്രീമിയർ ലീഗിലെ നിഖിലയുടെ അമ്മായി. പിന്നെ മലയും കുഞ്ഞും ടീച്ചർ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, പക്ഷെ ഇത് അതിനകത്ത് കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് പേരിലൂരിലെ ക്യാരക്ടർ. ഈ പൊന്മാനിലെ കഥാപാത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക? അത് തന്നെ ചീത്ത പറഞ്ഞ കുറേ ആളുകളുണ്ട്. അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു തല്ല് തന്നേന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട്. അത് അതിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ശരിക്കും ഉള്ളത് കൊണ്ട് ആളുകൾ അതിനെ, പിന്നെ എനിക്ക് ഒരു മാറ്റം വന്ന അവിടെ തൊട്ടാന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇവർക്ക് പറ്റും എന്ന് ഒരു ലിജോ മോളുടെ ക്യാരക്ടറിനെ ഞാൻ പ്രാകുന്ന ഒരു സീനുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ഇപ്പം നല്ല കമൻസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിലും ഒക്കെ നല്ല കമൻസുകൾ. അയ്യോ ഭയങ്കര ഇതായി, ഇങ്ങനെ ആവാൻ പറ്റണമെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവർ, ഞാൻ മനസ്സിലാക്കിയ ആ ക്യാരക്ടർ അവിടെ അവർ ജീവിക്കുന്ന സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ മനസ്സ് മുരടിച്ചൊരവസ്ഥയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇത്തരം ക്യാരക്ടർ, ഇത്തരം സ്വഭാവങ്ങളുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. അതാണ് കുറെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല വെളുത്തിരുന്ന് പോയവരൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടുത്തെ കാറ്റൊക്കെ അടിച്ചിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുന്നൊരു അവസ്ഥയുണ്ട്. ശരിക്കും ആദ്യം മേക്കപ്പ് ഇട്ട പോലെ ഇട്ടൊരവസ്ഥ ഇതിൽ തന്നെ പിന്നെ പോരുമ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെ ഒരു ഇതായിരുന്നു, നമുക്ക് ടോണായിരുന്നു വരുന്നത് സ്കിന്നിന്. അപ്പോൾ അതുപോലെയാണ് ആ ക്യാരക്ടറിന് അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഫ്രഷായിട്ട് ചെയ്തിരുന്നൊരു വ്യക്തി ശരിക്കും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയി അവിടുത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ലൂസിയാമ്മ അങ്ങനെ ആയി മാറുന്നതാണ്. അപ്പോൾ അത് ആളുകൾ അങ്ങനെ തിരിച്ചെന്നോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടർ അവിടെ വിജയിച്ചിട്ടാവാമെന്ന് വിചാരിക്കുന്നു. ഈ 2025 എന്ന വർഷം അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഈ പറഞ്ഞതുപോലെ നിരവധി ഹിറ്റുകൾ ഇറങ്ങിയൊരു വർഷമായിരുന്നു ഈ 2025. അപ്പോൾ ഇനി ഒരു 2 ദിവസം കൂടെ ഉള്ളൂ 2025 2026 വരാനായി. അപ്പോൾ ഈ 2025 എന്ന വർഷത്തിൽ നേടിയിട്ടുള്ള നേട്ടങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ? 2025 എൻ്റെ കുറേ പടങ്ങൾ റിലീസായിട്ടുണ്ട്. നല്ല പടങ്ങളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് 2025 എൻ്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ ചെറിയ ചെറിയ സങ്കടങ്ങൾക്കിടയിൽ വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാരണം. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് എന്താ, ഡീസർ തന്നെയാണ് ഏറ്റവും വലിയ ഹൈ ആയിട്ട് നിൽക്കുന്നത്.
ഒരു അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സിനിമ രാഹുൽ സദാശിവൻ പോലെയുള്ളൊരു ഒരു വലിയ ഡയറക്ടറുടെ കീഴിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. ഈ 25 എനിക്ക് മറക്കാൻ പറ്റില്ല. ഇനി 2026 കടക്കുമ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? നടന്നുകൊണ്ടിരിക്കുന്ന 2-3 പ്രോജക്റ്റുകൾ. അപ്പം അതെല്ലാം നമുക്ക് ചെയ്തതിന് ശേഷം ഇപ്പം സിനിമയുടെ കാര്യമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ലൊരു പ്രോജക്റ്റാണ്. അപ്പം അത് ഒരു പകുതിയോളം എത്തി. ബാക്കി വരുന്നു, ചർച്ചകളിലിരിക്കുന്ന 2-3 പ്രോജക്റ്റുകൾ. ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ സിനിമ അഭിനയത്തിലേക്കൊക്കെ എത്തിയപ്പോൾ കിട്ടിയൊരു സപ്പോർട്ട്, കാരണം ആദ്യം ഈ പറഞ്ഞ പോലെ നാടകത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരു സപ്പോർട്ട് അതിപ്പോൾ കിട്ടുന്നുണ്ടോ? ഉറപ്പായിട്ടും. അച്ഛനും അമ്മയും ഞാനും ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ ഞങ്ങൾ 3 ഒരുമിച്ച് ഒറ്റയ്ക്കായി. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആദ്യം അച്ഛന് വലിയ പ്രശ്നം ഉണ്ടായില്ല, അമ്മ അത്രയ്ക്ക് സപ്പോർട്ടീവ് അല്ലായിരുന്നു. അത് ഹസ്ബൻഡും ആർട്ടിസ്റ്റായപ്പോൾ പിന്നെ നമുക്ക് ഫുൾ സപ്പോർട്ട് അവിടെ നിന്നായിരുന്നു. പിന്നെ പോയി വരിക എല്ലാത്തിനും ഇപ്പോഴും എന്നെ ഇതുപോലെ ഞാൻ ഈ ഒരു ആർട്ടിസ്റ്റിങ് ഈ ഇപ്പം ജയക്കുറുപ്പ് എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക 3/4 ഭാഗത്തോളം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മളെ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ആദ്യം ഞാൻ മലയും കുഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ത്രെഡ് പോലും ചെയ്യാണ്ട് മുഖത്തൊന്നും ചെയ്യണ്ട, അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ എന്താ മേക്ക് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അദ്ദേഹമാണ് ഇപ്പോഴും. അതെ, ഈ ഒരു അപ്പോൾ കുടുംബജീവിതവും സിനിമാ ജീവിതവും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഉറപ്പായിട്ടും. അത് സപ്പോർട്ടീവ്. മക്കളും അതെ, ഹസ്ബൻഡും അതെ. ഇപ്പം എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കൂട്ടത്തിലാണ്. അപ്പം മക്കളെ അവരാണ് നോക്കുന്നത് കാര്യങ്ങൾ. അപ്പം എല്ലാവരുടെ സപ്പോർട്ടാണ് നമ്മളെ ഇത്ര ഈ ഒരു ലെവലിലേക്ക് നിൽക്കാൻ പ്രാപ്തിയാക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി 2026 നിരവധിയായിട്ടുള്ള സിനിമകൾ 2-3 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇതുപോലെ ശക്തമായ കഥാപാത്രങ്ങൾ തന്നെയാണോ കിട്ടുള്ളത്? ഈ DSC പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ഉള്ളൊഴുക്കിലെ പോലെ കൂടുതൽ അമ്മ കഥാപാത്രങ്ങളാണല്ലോ ചെയ്തിട്ടുള്ളത്? വരുന്നതിൽ അമ്മ ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നതെല്ലാം. പക്ഷെ അതിൻ്റെ ഡെപ്ത് എത്ര മാത്രമാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതെ, അതിന് ഓഡിയൻസിലേക്ക് എത്തണമല്ലോ. ഈ സർവ്വമായയ്ക്ക് ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തി നിൽക്കുമ്പോൾ വരുന്നൊരു റെസ്പോൺസ് ഒക്കെ ഉണ്ട്, കാരണം ചിത്രം വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ കിട്ടി തുടങ്ങിയോ? എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്, ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട്. കാരണം മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ എന്താ ഗ്രേ ഒന്നും ഇടാണ്ട് കുറച്ച് സെറ്റ് മുണ്ട് കൊടുത്ത ആദ്യൊരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് അഖിലിനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖിൽ പറഞ്ഞ് നല്ല ഭംഗിയുള്ള അമ്മയാണ് ചേച്ചി എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു വലിയ കാര്യം. കാരണം മറ്റുള്ള സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തമാണല്ലോ എനിക്ക്. കുറച്ചേ ഉള്ളൂ ചെയ്യാനായിട്ട്. അജുൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്, കുറച്ചേ ഉള്ളൂ, പക്ഷേ നന്നായി. ഈ അഖിൽ സത്യൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ കിട്ടിയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ഓർത്ത് വെക്കുന്ന നടന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സംവിധായകരിൽ നിന്നോ ഒക്കെ ഓർത്ത് വെക്കാൻ പാകത്തിന് കിട്ടിയിട്ടുള്ളൂ വേറൊരു അപ്രീസിയേഷൻ പറയാനുണ്ട്? എനിക്ക് ഡിസൈർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുറേ ആക്ടേഴ്സ് വിളിച്ചു. അതിൽ ദിലീഷ് സാർ വിളിച്ചു, പിന്നെ ശ്രീജിത്ത് രവി, വിപിൻ ജോർജ്, അങ്ങനെ കുറേ ഡയറക്ടേഴ്സൊക്കെ വിളിച്ചു. അങ്ങനെ അവർ എല്ലാം എനിക്ക് എന്താ മനസ്സിൽ ചേർത്ത് വെക്കുന്ന ഒരു സാധനം, ഒരു സന്തോഷമാണത് അവർ വിളിച്ചതൊക്കെ. കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് നാരായണക്കുറുപ്പ് സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ 26-27 വർഷമായിട്ട് ഒരുമിച്ചാണ് നാടകം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഒക്കെ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഒരുമിച്ചാണ് നാടകം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മക്കൾ 3 ആൾ. കാർത്തിക B.Pharm കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രെയിനിങ്ങിന് കയറി. രണ്ടാമത്തെ ആൾ കീർത്തന ഡിഗ്രി ചെയ്യുന്നു. മോൻ കാശിനാഥൻ B.Tech ട്രിപ്പിളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയുണ്ട് കൂട്ടത്തിൽ. വീട്ടിൽ 7 പേരുണ്ട് ഞങ്ങൾ. 7 പേരുണ്ട്. വലിയൊരു കുടുംബമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 2026 കടക്കുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത്ര നല്ല സപ്പോർട്ട് ഇനിയും തരിക. കാരണം അവരുടെ ഒരു ഊർജ്ജമുള്ള നമുക്ക് ചെയ്യാനുള്ളൊരു ഏറ്റവും വലിയൊരു എന്താ പറയുക സന്തോഷം. അവരുടെ ഒരു സപ്പോർട്ട് ഇനി ഉണ്ടായാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സിനിമകൾ കണ്ടിട്ട് ഇനിയും പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും 26 ആശംസകൾ. നല്ലത് വരട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഈ സിനിമാ തട്ടകത്തിൽ ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ചത് ജയാക്കുറുപ്പാണ്. ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് വളരെയധികം പരിചിതമായൊരു മുഖമാണ്. നമ്മുടെ വീട്ടിലൊരു അമ്മയൊക്കെ പോലെ നമുക്ക് പരിചിതമായൊരു മുഖമാണ് ജയാക്കുറുപ്പിൻ്റെ. എന്തായാലും സിനിമാ തട്ടകത്തിൻ്റെ ഭാഗമായതിന് നന്ദി. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.